ചെമ്പരത്തി ചുവപ്പ്, വീര്യത്തിൻ്റെയും ശക്തിയുടെയും അഴകിൻ്റെയും നിറം. കേരളീയ ഗ്രാമങ്ങളുടെ അതിരുകളിൽ വേലികെട്ടുകളിൽ ഒരു രാജ്ഞിയെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന ചെമ്പരത്തിയില്ലാതെ മലയാളികളുടെ ഗുഹാതുരത്വത്തിന് എന്ത് പൂർണ്ണതയാണുള്ളത്? അത്തവും ചിത്തിരയും ചോതിയും കടന്ന് ഓണത്തിൻ്റെ 4ാം നാളായ വിശാഖം പുലരുമ്പോൾ പൂക്കളത്തിന് അരുണശോഭ നൽകാൻ കടന്നുവരുന്നത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്. വെറുമൊരു വേലിപ്പൂവല്ല ചെമ്പരത്തി. ഹൈന്ദവ സങ്കല്പത്തിൽ കാളീദേവിക്കും ഭദ്രകാളിക്കും പ്രിയങ്കരിയായ രക്തപുഷ്പം. എന്നാൽ അതേ ചെമ്പരത്തി ഓണപ്പൂക്കളത്തിലെത്തുമ്പോൾ മഹാബലി തമ്പുരാനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വിശാഖം നാളിലെ ചോരച്ചുവപ്പുള്ള പൂക്കളത്തിന് പിന്നിലെ ആ രസകരമായ കഥയും ഐതിഹ്യവും നമുക്ക് പരിശോധിക്കാം. ഓണത്തിന്റെ 4ാം നാളാണ് വിശാഖം. ആദ്യ നാളുകളിൽ ചെറിയ അളവിൽ തുടങ്ങിയ പൂക്കളം വിശാഖ നാളെത്തുമ്പോൾ അതിൻ്റെ മാറ്റുകൂടുന്നു. 19ാം നൂറ്റാണ്ടിലെ പഴയ ചൊല്ലുകൾ അനുസരിച്ച് വിശാഖം നാൾ മുതൽ വീട്ടിൽ ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങളും പച്ചക്കറികളും ശേഖരിച്ചു തുടങ്ങുന്ന ദിവസമാണ്. ഈ വിശാഖ നാളിലെ പൂക്കളത്തിൽ ഒഴിച്ചു നിർത്താനാവാത്ത സാന്നിധ്യമാണ് ചെമ്പരത്തിപ്പൂവ്. മുൻ ദിവസങ്ങളിൽ നമ്മൾ കണ്ട തുമ്പപ്പൂവിൻ്റെ വെളുപ്പും മുക്കുറ്റിയുടെ മഞ്ഞയും കാക്കപ്പൂവിൻ്റെ നീലയും കഴിഞ്ഞ് പൂക്കളത്തിലേക്ക് കടും ചുവപ്പ് നിറത്തിൻ്റെ എനർജിയും ഗാംഭീര്യവും കൊണ്ടുവരുന്നത് ചെമ്പരത്തിയാണ്. 5 ഇതളുകളുള്ള നാടൻ ചെമ്പരത്തിയുടെ ഇതളുകൾ വേർപെടുത്തി പൂക്കളത്തിൽ അരികു വയ്ക്കുമ്പോൾ പൂക്കളത്തിന് കിട്ടുന്ന ആ ഒരു എനർജി വേറെ ഒരു പൂവിന് നൽകാനാവില്ല. ഓണവുമായി ബന്ധപ്പെട്ട് ചെമ്പരത്തിയെക്കുറിച്ച് നാട്ടുംപുറങ്ങളിൽ പ്രചാരണത്തിലുള്ള മനോഹരമായ ഒരു നാടോടി കഥയുണ്ട്. അസുര രാജാവായ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് നടക്കുമ്പോൾ വഴിയോരങ്ങളിലെ വേലിക്കെട്ടുകളിൽ അഹങ്കാരമില്ലാതെ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തി പൂവുകളെ കണ്ടു. മറ്റു പല രാജകീയ പൂക്കളും വലിയ തോട്ടങ്ങളിൽ മാത്രം വളരുമ്പോൾ ചെമ്പരത്തി പാവപ്പെട്ടവൻ്റെയും സമ്പന്നൻ്റെയും പറമ്പുകളിൽ ഒരുപോലെ വിരിഞ്ഞു നിന്നു. മഹാബലി തമ്പുരാൻ ചെമ്പരത്തിയോട് ചോദിച്ചു, നിനക്ക് കാളീദേവിയുടെ പൂജയ്ക്കുള്ള അതിവിശിഷ്ടമായ സ്ഥാനമുണ്ട്. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരുടെ വേലിക്കെട്ടുകളിൽ ഇത്രയും ലാളിത്യത്തോടെ പൂത്തു നിൽക്കുന്നത്? ചെമ്പരത്തി വിനയത്തോടെ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ഭരണകാലത്ത് പ്രജകൾക്കിടയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ വേർതിരിവുണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും സമ്പന്നമായിരുന്നു. പണക്കാരൻ്റെ തോട്ടത്തിൽ മാത്രമല്ല, പാവപ്പെട്ടവൻ്റെ കുടിലിനു മുന്നിലും ചോരച്ചുവപ്പോടെ പുഞ്ചിരിക്കാനാണ് എനിക്കിഷ്ടം. സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ വർത്തമാനം കേട്ട് പ്രസന്നനായ മഹാബലി തമ്പുരാൻ ചെമ്പരത്തിയെ അനുഗ്രഹിച്ചു. എൻ്റെ വരവിൻ്റെ 4ാം നാളായ വിശാഖത്തിൽ ജനങ്ങളുടെ സമത്വത്തിൻ്റെ പ്രതീകമായി നീ അവരുടെ പൂക്കളത്തിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെയാണ് വിശാഖ നാളിൽ ചെമ്പരത്തിക്ക് പൂക്കളത്തിൽ സവിശേഷ സ്ഥാനം ലഭിച്ചത്. ചെമ്പരത്തി കേവലം അലങ്കാരപ്പൂവ് മാത്രമല്ല, അത് മലയാളികളുടെ ആരോഗ്യ സംസ്കാരത്തിൻ്റെയും ഭാഗം കൂടിയാണ്. പഴയകാലത്ത് ഉച്ചസൂര്യൻ്റെ ചൂടേറ്റ് പൂക്കൾ പറിക്കാൻ നടക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കുളിർമ നൽകാൻ അമ്മമാർ ചെമ്പരത്തി താളിയാണ് ഉപയോഗിച്ചിരുന്നത്. ചെമ്പരത്തി ഇലയും പൂവും അരച്ചെടുക്കുന്ന പ്രകൃതിദത്ത താളി മുടിയുടെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കുളിർമയ്ക്കും അതിവിശിഷ്ടമാണ്. കൂടാതെ ചെമ്പരത്തി ചായയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഇന്നെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ചെമ്പരത്തി സഹായിക്കുന്നു. പ്രകൃതി നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ സസ്യം. ഇന്നത്തെ കാലത്ത് കേവലം വിപണിയിൽ നിന്ന് വാങ്ങുന്ന ജമന്തിയും വാടാമല്ലിയും വെച്ച് നമ്മൾ ഡിസൈനർ പൂക്കളങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്വന്തം ചെമ്പരത്തിയെ വശങ്ങളിലേക്ക് മാറ്റി നിർത്താറുണ്ട്. എന്നാൽ ഒരു കാലത്ത് പണമില്ലാത്ത പാവപ്പെട്ട കുട്ടികളുടെ പൂക്കളത്തിന് രാജകീയ ശോഭ നൽകിയിരുന്നത് തൊടിയിലെ ഈ 5 ഇതൾ ചെമ്പരത്തിയായിരുന്നു. മഹാബലിയുടെ സമത്വ സങ്കല്പത്തിന് ഏറ്റവും അനുയോജ്യമായ പൂവും ഇത് തന്നെയാണ്. വിപണിയിൽ വിലപേശില്ലാതെ ഏത് തൊടിയിലും തനിയെ വിരിയുന്ന നാടനഴക്. അതെ, തുമ്പയും മുക്കൂറ്റിയും കാക്കപ്പൂവും കടന്ന് വിശാഖം നാളിൽ ചെമ്പരത്തിപ്പൂവ് പൂക്കളത്തിൽ അണിയുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മറന്നുപോയ നാട്ടുനന്മകളെക്കുറിച്ചാണ്. ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പൂക്കളത്തിൽ നാടൻ ചെമ്പരത്തിയുടെ ഒരു ഇതളെങ്കിലും വയ്ക്കാൻ ഓർക്കുമല്ലോ അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.